സുവിശേഷവീഥി. കഥനഭാരവുമായി മരക്കുരിശും തോളിലേന്തി കാൽവറി മലമുകളിൽ കയറുന്നവനാരോ, കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവവനത്രേ. കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവവനത്രേ. യേശു കർത്താവവനത്രേ. വിയർപ്പിൽ മുങ്ങി വേദന തിങ്ങും വിറയാർന്ന തോളിൽ മരക്കുരിശും. വിയർപ്പിൽ മുങ്ങി വേദന തിങ്ങും വിറയാർന്ന തോളിൽ മരക്കുരിശും. വിണ്ണിന്നധിപതി വീണു പലവട്ടം വിമുഖരായി നിന്നു പതിതർ. വിണ്ണിന്നധിപതി വീണു പലവട്ടം വിമുഖരായി നിന്നു പതിതർ. കേണിടുന്നു കഥന ഭാരവുമായി മരക്കുരിശും തോളിലേന്തി കാൽവറി മലമുകളിൽ കയറുന്നവനാരോ, കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവവനത്രേ. കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവവനത്രേ. യേശു കർത്താവവനത്രേ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹീതരെ, കർത്താവിൻ്റെ കാൽവറി യാഗത്തെ അനുസ്മരിക്കുന്ന ദിവ്യമായ ദിവസമാണ് ഇന്നത്തേത്. ആ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ക്രൂശിൻ്റെ മഹനീയമായ മാതൃക, ക്രൂശിൻ്റെ 4 വശങ്ങൾ, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ജീവിത മാതൃക അന്വർത്ഥമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ള കാര്യമാണ്. ക്രൂശിൻ്റെ ആ സന്ദേശം ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് തിരശ്ചീനമായും ലംബമായുമുള്ള ആ രീതിയിലാണ് ക്രൂശ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തിരശ്ചീനമായിട്ടുള്ള ആ ഒരു ലംബമായിട്ടുള്ള കാര്യം ഞാനെന്നുള്ള ഭാവത്തെ ഇല്ലാതെയാക്കി, അഹംഭാവത്തെ ഇല്ലാതെയാക്കി, എളിമയോടുകൂടി വിനയാന്വിതമായിട്ട് ഉള്ള ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ക്രോസ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് സി എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് ക്രൈസ്റ്റ് സെൻറ്റേഡ്, ക്രിസ്തുവിൽ കേന്ദ്രീകൃതം. അടുത്ത വാക്ക് ആറാണ്. ആർ എന്നുള്ളത് റിപ്പൻറ്റൻസ് ആണ്, അതായത് അനുതാപം. ഒ എന്നുള്ളത് ഒബീഡിയൻസ് അഥവാ അനുസരണമാണ്. പിന്നെ വരുന്ന 2 എസ് ഉണ്ട്. സെൽഫ് ഡിനയൽ, നമ്മുടെ സ്വയത്തെ ത്യജിക്കുക എന്നുള്ളത്. പിന്നീട് അവസാനത്തെ എസ് സാക്രിഫൈസ്, ത്യാഗമാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ, അനുതാപാർദ്രമായ, അനുസരണത്തിൽ അധിഷ്ഠിതമായ, അതുപോലെ തന്നെ നമ്മുടെ സ്വയത്തെ ത്യജിക്കുന്ന ത്യാഗാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് ഈ കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ നാം ആയിത്തീരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പല ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെയും നാം പരിചയപ്പെടുന്നുണ്ട്. പത്രോസ്ലീഹായുണ്ട്, അതുപോലെ തന്നെ കുറേനക്കാരനായ ശീമോനുണ്ട്, ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് ഒരു നെഗറ്റീവ് കഥാപാത്രമാണ്, യൂദാസ്. യേശുവിൻ്റെ കഷ്ടാനുഭവത്തോട്
ബന്ധപ്പെട്ട് സുവിശേഷകർ ഉപയോഗിച്ചിരിക്കുന്ന അവനെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, അത് കള്ളൻ, വഞ്ചകൻ, അതുപോലെ തന്നെ നാശത്തിൻ്റെ പുത്രൻ. യേശു തന്നെ പറയുന്നുണ്ട്, ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. യൂദായുടെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ യൂദായുടെ ഇടർച്ചകൾ, യൂദായുടെ വൈകല്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ പല രൂപത്തിലും പല ഭാവത്തിലും നാമും അഭിമുഖീകരിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനോടൊപ്പം വസിച്ചിട്ടും ക്രിസ്തുവിൻ്റെ സൗന്ദര്യം കാണാതെ പോയതാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ വചനം ശ്രവിച്ചിട്ടും ഹൃദയ കാഠിന്യത്തിൻ്റെ വക്താവായിട്ട് യൂദ മാറുകയാണ്. യൂദ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നുള്ളതാണ്. ആ പേരിൻ്റെ അർത്ഥത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് യൂദായുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അനുദിന ജീവിതത്തിൽ ഇതുപോലെ പേരിൻ്റെ അർത്ഥ തലങ്ങൾക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന അനേകം ആളുകളെ നമ്മുടെ സമൂഹത്തിലും നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ്, എപ്രകാരമാണ് അവർ ആ തരത്തിൽ ആയിത്തീർന്നത് എന്നുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അക്കാഡമിക് മേഖലകളിലൊക്കെ ഒത്തിരി നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പോകുന്നത്. ഒരു സുപ്രസിദ്ധനായ ഒരു ഗുണ്ടാത്തലവൻ്റെ ആ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചപ്പോൾ അവന് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ 20ാമത്തെ റാങ്ക് വാങ്ങിച്ച ഒരു വ്യക്തിയാണ്. 562 മാർക്ക് വാങ്ങിയ വ്യക്തിയാണ്. ഇപ്പോൾ കൊട്ടേഷൻ സംഘത്തിലെ അംഗമായിട്ട് മറ്റുള്ളവരെ കൊല ചെയ്യാനും ഉപദ്രവിക്കാനും ഒക്കെ ആയിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. വളർന്നു വരുന്ന സാഹചര്യമായിരിക്കാം അപ്രകാരം ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടാണ് പലപ്പോഴും ഇങ്ങനെ പലരും വിരുദ്ധ സ്വഭാവവും അതുപോലെ തന്നെ ക്രൗര്യ സ്വഭാവവും പരുഷമായിട്ട് ഇടപെടലും മറ്റുള്ളവരെ ഇല്ലാതാക്കണം അതിനുള്ള പ്രവണതയും അക്രമോത്സുകമായിട്ടുള്ള പ്രവണതയും ഒക്കെ അവലംബമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ജീവിതത്തിൽ ഹിറ്റ്ലർ എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. ഹിറ്റ്ലറിനെ നമുക്കറിയാവുന്നതാണ്. ലോകമഹായുദ്ധത്തിൽ, 2ാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സമീപനം, ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ വേണ്ടി കൂട്ടുനിന്ന വ്യക്തിയാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ ബാല്യകാലം പരിശോധിച്ചപ്പോൾ ബാല്യത്തിൽ തന്നെ അവൻ്റെ മാതാവ് മരിച്ചുപോയി. പിതാവാണ് അവനെ വളർത്തിയത്. പിതാവിൻ്റെ ക്രൂര സ്വഭാവം, എന്തിനും ഏതിനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഹിറ്റ്ലർ വളർന്നു വന്നത്. ഏറ്റവും കൂടുതൽ ഉപദ്രവം നേരിട്ട്, ഭക്ഷണമൊന്നുമില്ലാത്ത, ഏറ്റവും കൂടുതൽ ആ പിതാവിൻ്റെ ഏറ്റവും ക്രൂരമായ ശാസനയ്ക്കും ക്രൂരമായ ശിക്ഷണങ്ങൾക്കും വിധേയമായി വളർന്നു വന്ന ആ ഹിറ്റ്ലറിന് അവൻ്റെ ഉള്ളിൽ ഒരു പക രൂപപ്പെട്ടു, സ്പർദ്ധ രൂപപ്പെട്ടു. അവൻ യുവാവായപ്പോഴത്തേക്കും അവൻ്റെ പിതാവ് മരിച്ചുപോയി. പിതാവിനോട് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പിതാവിനോട് ജീവിച്ചിരുന്നപ്പോൾ പ്രതികാരം ചെയ്യാൻ സാധിച്ചില്ല. ആദ്യമായിട്ട് അവൻ്റെ പ്രതികാര മനോഭാവം ഉയർന്നത് സെമിത്തേരിയിലേക്ക് കടന്നു ചെല്ലുകയും പിതാവിൻ്റെ കല്ലറ തേടിപ്പിടിച്ച് കല്ലറ അടിച്ചു തകർക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ പിതാവിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് പിതാവിനോടുള്ള ഭാഗം മുഴുവനും കല്ലറയിൽ തീർക്കുകയാണ് ഹിറ്റ്ലർ ചെയ്തത്. അങ്ങനെ ഒരു വിപ്ലവകാരിയായിട്ട് ഏറ്റവും കൂടുതൽ കൊള്ളയ്ക്കും അതുപോലെ തന്നെ ലോകമഹായുദ്ധത്തിൻ്റെ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും അതുപോലെ തന്നെ അനേകരെ നിഷ്കരുണം കൂട്ടക്കൊല ചെയ്യുവാനും തക്ക രീതിയിലുള്ള ഒരു സ്വഭാവ വൈകല്യം രൂപപ്പെട്ടത് ഹിറ്റ്ലർ വളർന്നു വന്ന ആ ഒരു പശ്ചാത്തലമാണ് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഇതുപോലെ നാം ശ്രദ്ധിക്കുക. എൻ്റെ സാഹചര്യം എന്താണ്? നമ്മുടെ കുട്ടികൾ, പിൻതലമുറ വളർന്നു വരുന്ന സാഹചര്യം എന്താണ്? ദൈവാധിഷ്ഠിതമായിട്ടുള്ള ഒരു രീതിയിലാണോ യുവതലമുറ ഇന്ന് വളർന്നു വരുന്നത് എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ടത് അനിപേക്ഷണീയമായിട്ടുള്ള കാര്യമാണ്. യൂദായുടെ പേരിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി, പക്ഷേ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ് യൂദായുടെ ജീവിതത്തിൽ അവലംബമാക്കിയത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഒരു കടമ മാതാപിതാക്കൾക്കുണ്ട്. ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ അതിന് പാകപ്പെടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് കടമയുണ്ട്. ആധ്യാത്മിക നേതാക്കന്മാർക്ക്, വൈദികർക്കും തിരുമേനിമാർക്കും ഒക്കെ ആ ഒരു കടമയുണ്ട്. ആത്മീയ പശ്ചാത്തലം ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ആ ഒരു കാര്യം. സ്വാതന്ത്ര്യം കിട്ടാതെ വളരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇന്ന്
വഴിതെറ്റി പോകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പേരിനെ ഇല്ലാതാക്കുന്ന സമീപനം, എൻ്റെ പേരിനെ ഇല്ലാതാക്കുന്ന സ്വഭാവ വൈകല്യങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന് ഈ ഒരു ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്ത് പ്രതീക്ഷയ്ക്കൊത്ത് മറ്റുള്ളവരെ നമ്മിൽ നിന്ന് നല്ല പ്രതീക്ഷയോടുകൂടിയ ഒരു ജീവിതമാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എൻ്റെ ജീവിതം ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട ജീവിതമാണോ അതോ ദൈവാധിഷ്ഠിതമായ ജീവിതമാണോ എന്ന് പരിശോധിച്ച് ദൈവാധിഷ്ഠിതമായിട്ടുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് യൂദാസിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദവി യേശുക്രിസ്തുവിൻ്റെ പണസഞ്ചി സൂക്ഷിപ്പുകാരനാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്ന് പറയാം. ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളെ മാത്രമേ പണസഞ്ചി സൂക്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആക്കുകയുള്ളൂ. അങ്ങനെ നല്ല ഒരു രീതിയിൽ ഏറ്റവും മറ്റുള്ള 11 ശിഷ്യന്മാരെക്കാൾ ഉപരിയായിട്ട് നല്ലൊരു സ്ഥാനമാനം അലങ്കരിച്ച വ്യക്തിയാണ് യൂദ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ആ പദവിയോട് നീതി പുലർത്താതെ സ്ഥാനമാനങ്ങളും പദവികളും ദുരുപയോഗപ്പെടുത്തി നഷ്ടപ്പെടുത്തി ജീവിതത്തെ ഹോമിപ്പിച്ച ഒരു വ്യക്തിയാണ് യൂദ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലും ആത്മീയ പശ്ചാത്തലത്തിലും പല രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ നാം അലങ്കരിക്കുന്നുണ്ടാകാം. പക്ഷേ സ്ഥാനത്തോട്, അധികാരത്തോട് പ്രതിബദ്ധതയും അധികാരത്തോടുള്ള ആ ഒരു താതാത്മ്യ മനോഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടും ജാഗ്രതയോടും കൂടിയാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ അധികാരം കൈയാളുന്നത് എന്ന് ആത്മപരിശോധന നടത്തുക. മറിച്ച് ആ അധികാരം കൊണ്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കുവാനുള്ളൊരു പ്രവണത. പീലാത്തോസിന് അധികാരമുണ്ടായിരുന്നു. പീലാത്തോസിൻ്റെ കൈ കഴുകുന്ന അധികാരമാണ് പീലാത്തോസിൻ്റെ അധികാരം എന്ന് പറയുന്നത്. അതായത് യേശുക്രിസ്തു നിരപരാധിയാണ് എന്നറിഞ്ഞിട്ടും ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി തടി തപ്പുന്ന അധികാരമാണോ? യേശുക്രിസ്തു രാജാതിരാജാവാണ്. യേശുക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ അധികാരം എങ്ങനെയുള്ള അധികാരമാണ്? അരയിൽ തൂവാല ചുറ്റി ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകത്തക്ക രീതിയിൽ വിനയാന്വിതമായിട്ടുള്ളൊരു സമീപനമാണ് ആ അധികാരത്തിൽ പ്രതിബിംബിക്കുന്നത്. അനുദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ട്, കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾക്ക് ദൈവാഭിമുഖ്യമുള്ള ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ദൈവവിളിക്ക് അനുസൃതമായ ഒരു രീതിയിൽ നിന്ന് വ്യതിചലിച്ച ജീവിതം ആണോ നയിക്കുന്നത്? എനിക്ക് അധികാരമുണ്ട്, ആ അധികാരം പ്രയോഗിച്ച് മറ്റുള്ളവരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണോ? അതോ ആ അധികാരത്തിലൂടെ മറ്റുള്ളവരെ സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരെ നേടുന്ന സമീപനമാണോ എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന് രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ യൂദ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് പലപ്പോഴും പലരും തെറ്റിലേക്ക് പോകുന്നത്. പത്രോസ്ലീഹ അകപ്പെട്ട സാഹചര്യം കൊണ്ടാണ് അവന് ഗുരുവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നത്. യഹൂദന്മാരോടൊപ്പം തീ കായുവാൻ പോയി. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നത് പത്രോസ്ലീഹ കണ്ടതാണ്. കണ്ടിട്ടും അത് അവരോടൊപ്പം ചേരുന്ന, 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്ന, പാപികളുടെ വഴിയിൽ നിൽക്കുന്ന, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് പത്രോസ്ലീഹ പോയതുകൊണ്ടാണ് അവനെ ഞാൻ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞ് തള്ളി പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ 11 പേരും ഗലീലക്കാരായിരുന്നു. ഈ വ്യക്തി ഇസ്കറിയോത്താവ് വേറൊരു നാട്ടിലുള്ള ഒരു വ്യക്തിയാണ്. യഹൂദ്യ ദേശത്ത് നിന്ന് ഉള്ള ഒരു വ്യക്തിയാണ് ഈ യൂദാസ് കറിയോത്താവ് എന്ന് പറയുന്നത്. യൂദാസ് കറിയോത്തായ്ക്ക് പ്രഥമ സ്ഥാനം കർത്താവ് കൊടുത്തു എങ്കിലും യേശുക്രിസ്തുവിൻ്റെ പ്രധാനമായ പ്രവർത്തന മേഖലകൾ പത്രോസും യാക്കോബ് യോഹന്നാനെയാണ് കൂടെ കൊണ്ടുപോയത്. അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, മറ്റ് ശിഷ്യന്മാരെല്ലാം മുക്കുവന്മാരാണ്. പണസഞ്ചി സൂക്ഷിപ്പാൻ തക്കവണ്ണമുള്ള ഒരു കണക്കറിയാം. എനിക്ക് എല്ലാ രീതിയിലും ഞാൻ മികച്ച വ്യക്തിയാണ്. പക്ഷേ യേശുക്രിസ്തു എന്നെ കൂടെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു ചിന്ത അവനുണ്ടായിരിക്കാം. പത്രോസ്ലീഹായ്ക്കോ യാക്കോബിനോ യോഹന്നാനോ നൽകുന്ന പരിഗണന കർത്താവ് എനിക്ക് അർഹതപ്പെട്ടതാണ്, എനിക്ക് എന്തുകൊണ്ട് ആ പരിഗണന കർത്താവ് നൽകുന്നില്ല എന്നുള്ളൊരു ചിന്ത അവനിൽ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഗുരുവിനെ തള്ളിപ്പറയണം. ആ ക്രിസ്തുവിനോടുള്ള ഒരു വിപരീതമായിട്ടുള്ളൊരു സമീപനം. ക്രിസ്തു എല്ലാ രീതിയിലും സഹകരിപ്പിക്കുന്നുണ്ടായിരിക്കുമെങ്കിലും 3 ശിഷ്യന്മാരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന ഒരു ചിന്ത അവനിൽ രൂഢമൂലം ആകുകയും ഞാൻ ഒരു പുറത്തുള്ളൊരു രാജ്യക്കാരനാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വിവേചനം കർത്താവ് നൽകുന്നത് എന്നുള്ളൊരു ചിന്ത അവനിൽ ഉണ്ടായത് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പ്രേരകമായി എന്നുള്ളതാണ്. പിന്നീട് പ്രതീക്ഷ നടക്കാതെ പോയി. റോമാക്കാരെ തുരത്തി
ഇസ്രായേൽ മക്കൾക്ക് ദൈവജനത്തിന് നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു രാജാവിനെയാണ് യേശുക്രിസ്തുവിൽ യൂദ ദർശിച്ചത്. പക്ഷേ ദയനീയമായിട്ടുള്ളൊരു സമീപനമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ ഇവനോടൊപ്പം കൂടിയിട്ട് കൂടുതൽ ഒരു പ്രതീക്ഷയൊന്നുമല്ല, വലിയ പ്രതീക്ഷയിലാണ് യൂദ യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്തത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത ഒരു പ്രവർത്തനം ക്രിസ്തുവിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ വിപ്ലവാത്മകമായിട്ട് മറ്റുള്ളവരെ തച്ചുടച്ച് റോമ അധീശത്വത്തിൽ നിന്ന് ദൈവജനത്തെ വിടുവിക്കും എന്നുള്ള ആ ഒരു ചിന്ത നടക്കാതെ പോയപ്പോൾ അവനിൽ തീർച്ചയായിട്ടും ഗുരുവിനോട് ഒരു പ്രതിപത്തിയില്ലായ്മ അന്തർലീനം ആവുകയും ദ്രവ്യാഗ്രഹത്തിലേക്ക് അത് മാറുകയും ചെയ്തതാണ്. ദ്രവ്യാഗ്രഹമാണ് യൂദയെ ഭരിച്ച മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീ കർത്താവിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. 300 വെള്ളിക്കാശിൻ്റെ തൈലം വാങ്ങി കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് അഭിഷേകം ചെയ്യുന്നുണ്ട്. യൂദ പറയുന്നുണ്ട്, ഇത് വ്യർത്ഥമായിട്ടുള്ള ചിലവാണ്, ഇത് പാഴ്ചെലവാണ്, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് യൂദ ചോദിക്കുന്നുണ്ട്. എന്തായാലും 300 വെള്ളിക്കാശ് നമുക്കറിയാവുന്നതാണ്. ഒരു മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരന് അല്ലെങ്കിൽ 11 മണി സമയത്തും 9 മണി സമയത്തൊക്കെ വന്നവർക്ക് ഒരു ദീനാറാണ് കൊടുത്തത്, ഒരു വെള്ളിക്കാശാണ് കൊടുത്തത്. ഇവിടെ അപ്പോഴേ 300 വെള്ളിക്കാശ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ സമ്പാദ്യമാണ് ആ സ്ത്രീയുടെ. ആ ഒരു വർഷത്തെ സമ്പാദ്യമാണ് പൂർണ്ണമായിട്ടും അത് തൈലമായിട്ട് വാങ്ങി കർത്താവിനെ അഭിഷേകം ചെയ്യുന്നത്. കർത്താവിന് സമർപ്പിച്ചത് പോരാ എന്ന് പറയുമ്പോൾ അതിൽ നീരസം പ്രകടിപ്പിക്കുന്ന യൂദായുടെ ചിത്രം യഥാർത്ഥമായിട്ടും ഈ ഒരു യേശുവിന് സമർപ്പിച്ചത് ഏറ്റവും വലിയ വിലയേറിയതായിട്ട് ആ സ്ത്രീ കാണുമ്പോൾ 300 വെള്ളിക്കാശിനേക്കാൾ ഉപരിയായിട്ട് 30 വെള്ളിക്കാശിൽ യൂദ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. 30 വെള്ളിക്കാശ് കർത്താവിന് വിലയിടുന്ന ഒരു അനുഭവമാണ്, ഒരു അവസ്ഥാവിശേഷമാണ്. ഞാൻ അവനെ കാണിച്ചു തരാം. മഹാപുരോഹിതന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എന്ത് തരും? അത് അനുസരിച്ച് ഞാൻ അവനെ കാണിച്ചു തരാം. 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാർ എണ്ണിക്കൊടുത്തു. അത് ദൈവത്തിനുള്ള വിലയാണ്, ദൈവത്തിന് വിലയിടുന്നവരാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് വിലയിടുന്ന മക്കളുണ്ട്, ദൈവത്തിന് വിലയിടുന്നവരുണ്ട്. ദൈവത്തിന് വിലയിട്ടും മാതാപിതാക്കൾക്ക് വിലയിട്ടും ഒക്കെ വരുമ്പോൾ അവസാനം എൻ്റെ വില എന്തായിരിക്കാം? യൂദായുടെ വിലയാണ്. ഒരു കെട്ടിഞ്ഞാന്ന് മരിക്കുന്ന ദയനീയമായ ദുസ്ഥിതിയാണ് യൂദായുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യൂദായുടെ ജീവിതത്തിൽ നാം കാണുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് പൈശാചിക ഇടപെടലാണ്. കർത്താവ് അന്ത്യ അത്താഴ സമയത്ത് എല്ലാവർക്കും വിശുദ്ധ കുർബാന പകുത്ത് നൽകുന്നുണ്ട്. യൂദായ്ക്കും കർത്താവ് കുർബാന നൽകുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം വീഞ്ഞുകൾ വാഴ്ത്തി നുറുക്കിയിട്ട്, ഇതെൻ്റെ ശരീരമാണ്, ദൃശ്യമായിട്ട് ഇതുവരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, നാളെ ഞാൻ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ്, ഇനി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ തലമുറയിൽ പിൻതലമുറയിലൂടെയൊക്കെ വാഴ്ത്തി നുറുക്കപ്പെടുന്ന വീഞ്ഞുകളിലൂടെ നിങ്ങൾക്ക് എന്നെ ഇനി കാണുവാൻ, ദൃശ്യമായിട്ട് കാണാൻ പറ്റിയില്ല എങ്കിലും ഈ വാഴ്ത്തി നുറുക്കപ്പെടുന്ന വീഞ്ഞുകളിലൂടെ നിങ്ങൾക്കെന്നെ കാണാൻ കഴിയും എന്ന ആ ഒരു പ്രബോധനം നൽകിയാണ് കർത്താവ് അന്ത്യ അത്താഴ സമയത്ത് ശിഷ്യന്മാർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. ആ കുർബാനയിൽ ഭാഗവാക്കായതിനു ശേഷം വിശുദ്ധ കുർബാന ഒരുക്കത്തോടുകൂടി ആയിരിക്കണം അത് അനുഷ്ഠിക്കേണ്ടത്. കർത്താവ് തന്നെ മാളികമുറിയിൽ പെസഹ ആചരിച്ചത്, അല്ലെങ്കിൽ മാളികമുറിയിൽ അന്ത്യ അത്താഴ സമയത്ത് അതിന് മുമ്പ് എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാവുന്ന കാൽപാദങ്ങൾ കഴുകി അവരെ ഒരുക്കുകയാണ്. വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് ശിഷ്യന്മാരെ ഒരുക്കുകയായിരുന്നു ചെയ്തത്. ഈ കാലുകഴുകൽ ശുശ്രൂഷയിലും അതുപോലെ തന്നെ വിശുദ്ധ കുർബാന അനുഭവത്തിലും ഭാഗവാക്കായതിനു ശേഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു എന്നുള്ളതാണ്. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. ഇരുളിൻ്റെ അവസ്ഥാവിശേഷം. ബൈബിള് ഇരുളിന് ഒരു തിന്മയുടെ അതീശ ശക്തികൾ മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഇരുളിനെ ബൈബിള് കാണുന്നത്. ഇതുവരെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നരുളി ചെയ്ത ക്രിസ്തുവിനോടൊപ്പം നിന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് അവൻ എഴുന്നേറ്റ് പോകുന്നത്. വിശുദ്ധ കുർബാന അവൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ സാത്താൻ അവനിൽ കടന്നു, അപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇരുളിൻ്റെ പക്ഷം ചേരുന്ന യൂദായുടെ
അനുഭവം. ജീവിതത്തിൽ നാം ചിന്തിക്കുക, വിശുദ്ധ കൂദാശകൾ സ്വായത്തമാക്കിയതിന് ശേഷം കൂടുതൽ തിന്മാധിഷ്ഠിതമായിട്ടുള്ള ഈ ലോകത്തിന് അനുരൂപമായ ജഡീകമായ ആസക്തികൾക്ക് ഉപോത്ബലകമായ ജീവിതമാണോ എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു വിചിന്തനം നടത്തുക. ഏറ്റവും പ്രഗത്ഭനായ ആംഗലേയ സാഹിത്യകാരനാണ് ഡോക്ടർ ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എഴുതിയ ഒരു നാടകമാണ് ഡോക്ടർ ഫാസ്റ്റസ്. ഡോക്ടർ ഫാസ്റ്റസിൻ്റെ അടുക്കൽ ഒരു നല്ല മാലാഖയും വരുന്നുണ്ട്, ഒരു ചീത്ത മാലാഖയും വരുന്നുണ്ട്. ചീത്ത മാലാഖ വന്നിട്ട് മെഫിസ്റ്റോഫെലീസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട്, നിനക്ക് ഈ ലോകത്തിൽ ആസ്വദിക്കാവുന്ന മുഴുവൻ ആസ്വദിക്കാം, പക്ഷേ നിൻ്റെ ആത്മാവ് പിശാചിന് അടിയുറവ് കൊടുക്കണം. പിശാച് ആ ഒരു കാലാവധി കഴിയുമ്പോൾ പിശാച് നിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ട് നിനക്ക് ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും സുഖിക്കാവുന്നതിൻ്റെ മാക്സിമം സുഖിക്കാം, ആസ്വദിക്കാവുന്നതിൻ്റെ മാക്സിമം ആസ്വദിക്കാം. അതുകൊണ്ട് ആ ഒരു രീതിയിൽ, പക്ഷേ അതിനൊരു അന്ത്യമുണ്ടാകും. പിശാചിന് ആത്മാവ് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളത്. അപ്പോഴേ ഡോക്ടർ നല്ല മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഒരിക്കലും ചെയ്യരുത്, ആത്മാവിനെ അടിയറ വെക്കരുത്, ആത്മാവ് ദൈവത്തിൻ്റെതാണ്, ദൈവത്തെങ്കിലും വിലയും പ്രാപിക്കേണ്ടതാണ് ആത്മാവ്, ഒരിക്കലും പിശാചിന് അടിയറവ് വയ്ക്കരുത് എന്ന് നല്ല മാലാഖ ഉപദേശിക്കുന്നു. പക്ഷേ ചീത്ത മാലാഖ പറയുന്നുണ്ട്, നിനക്ക് ഈ ലോകത്തിൽ ഏറ്റവും നല്ല രീതിയിൽ, ഈ ലോകത്തിന് അനുരൂപമായ രീതിയിൽ, സുഖസമ്പൂർണമായ ഒരു രീതിയിൽ നിനക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താം. അതാണ് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന കാര്യം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള ഒരു ഫിലോസഫിയാണ് ആ ഒരു ചീത്ത മാലാഖ അവിടെ കുത്തിവെക്കുന്നത്. ചീത്ത മാലാഖയുടെ പ്രേരണയ്ക്ക് ആ വശമതയായിട്ട് ആത്മാവിലൊരു കരാറിൽ, രക്തത്തിലൊരു കരാർ എഴുതി കൊടുക്കുകയാണ് ഡോക്ടർ ഫാസ്റ്റസ്. എന്താണ്? ഇന്ന ദിവസം എൻ്റെ ആത്മാവിനെ ഞാൻ പിശാചിന് കൊടുത്തുകൊള്ളാം എന്നുള്ളത്. അങ്ങനെ ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചു. പക്ഷേ പിശാച് ഡോക്ടർ ഫാസ്റ്റസിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഡോക്ടർ ഫാസ്റ്റസ് പറയുമോ, ഒരിക്കലുമില്ല, ഞാൻ എൻ്റെ ആത്മാവിനെ പിശാചിന് കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ കരാർ എഴുതി കഴിഞ്ഞു. കരാർ അപ്പോഴത്തേക്ക് എഴുതി കഴിഞ്ഞു. അത് 12 മണിക്ക് ഇന്ന ദിവസം, ഒരു പ്രത്യേക ദിവസം 12 മണിക്ക് ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകുവാൻ വേണ്ടി പിശാച് കടന്നു വരികയും പറയുന്നുണ്ട്. ഡോക്ടർ ഫാസ്റ്റസ് പറയുന്നത്, ലോകത്തിലെ എല്ലാ ക്ലോക്കുകളും നിൽക്കട്ടെ, 12 മണി ആകരുത്. 11:55 അവസാനം യേശുക്രിസ്തുവിനോട് നിലവിളിച്ച്, എൻ്റെ ജീവിതത്തിൽ പാപമംഗലമായ ജീവിതമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തതെന്ന് അവസാനം അനുദപിച്ചുവെങ്കിലും പിശാച് അവൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് കാണുന്നത്. അനുദിന ജീവിതത്തിൽ സാത്താൻ ഇതുപോലെ ചില തോന്നലുകൾ തോന്നിക്കും. ചില ദുർബല നിമിഷത്തിൽ തെറ്റിപ്പോകുന്ന സ്ഥിതിവിശേഷം സംജാതമായിട്ട് തീരും. ഈ ലോകത്തിന് അനുരൂപമായിട്ട് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടാൽ എന്താണ്, സുഖിച്ച് നീ ജീവിച്ചോളൂ എന്നുള്ളൊരു പ്രേരണ മനസ്സിൽ കുത്തിവെക്കുന്നത് പിശാചാണ്. യേശു ക്രിസ്തുവിൻ്റെ തന്നെ 3 രീതിയിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിച്ച് ആണ് ക്രിസ്തുവും ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ തെറ്റായ പ്രേരണകൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പൈശാചികമായിട്ടുള്ള പ്രലോഭനമാണ്, പിശാചിൻ്റെ അധീശത്വമാണ് എന്ന് നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് വിമോചനം പ്രാപിക്കുക. തോന്നലുകൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ആ തോന്നലുകൾക്ക് അനുസൃതമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ എൻ്റെ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിലായി പോകും, അധപ്പതനത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ആയിപ്പോകും എന്ന് നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ആ ഒരു രീതിയിലുള്ള വിമോചനം ആയിരിക്കണം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. യൂദായുടെ പരാജയ കാരണങ്ങൾ കർത്താവ് പല സന്ദർഭങ്ങളിലും 8 സിഗ്നലുകൾ, 8 മുന്നറിയിപ്പുകൾ യൂദ തന്നെ ഒറ്റിക്കൊടുക്കും എന്ന ചിന്ത യേശുക്രിസ്തു നൽകുന്നുണ്ട്. പക്ഷേ ആ സിഗ്നലുകൾ ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ ആകാതെ അവസാനം തന്നെ യൂദ കർത്താവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ വേദനാജനകമായൊരു സിറ്റുവേഷൻ ഇതായിരിക്കാം. ഗത്സമനയിലെ അതിവേദന ആയിരിക്കത്തില്ല, ക്രൂശീകരണം, താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ക്രൂശീകരണത്തിൻ്റെ ഒരു വേദനയല്ല, ഏറ്റവും തീവ്രമായ വേദന ഇതായിരിക്കാം. സ്വന്തക്കാർ ഒറ്റിക്കൊടുക്കുന്ന, കൂടെ നിൽക്കുന്നവർ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഒരു സമീപനം വെച്ച് പുലർത്തുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശാരീരികമായ വേദനയേക്കാൾ ഉപരിയായിട്ടുള്ള മാനസികമായിട്ടുള്ള വേദന ജീവിതത്തിൽ സംജാതമായി തീരുന്നത്. ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഈ യൂദായുടെ ജീവിതം ഒരു അപഗ്രഥനത്തിന് വിധേയം ആക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പാളിച്ചകൾ എന്താണ്, തെറ്റുകൾ എന്താണ്, അവസാനം യൂദായ്ക്ക് കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്.
ഞാൻ തെറ്റിപ്പോയി, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് മഹാപുരോഹിതന്മാരുടെ അടുക്കലാണ് പോയി അനുതപിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പത്രോസ്ലീഹായെ പോലെ അനുതപിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ യൂദായ്ക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മഹാപുരോഹിതന്മാർ തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി കൂട്ടുനിന്ന മഹാപുരോഹിതന്മാരോടൊപ്പം ചേരുന്ന ഒരു സമീപനമാണ് യൂദായുടെ ജീവിതത്തിൽ കാണുന്നത്. അനുദിന നമ്മുടെ ജീവിതത്തിൽ ഒരു താതാത്മ്യ, നമ്മുടെ ജീവിതത്തിലൊരു അപഗ്രഥനം നടത്തി എൻ്റെ ജീവിതത്തിലെ പല പരാജയങ്ങളും യൂദായുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പരാജയങ്ങളാണ്. പൈശാചികമായ പ്രലോഭനം എൻ്റെ ജീവിതത്തിൽ കടന്നാക്രമണം നടത്തുവാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സന്മാർഗിക അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ അതിൽ നിന്ന് തെറ്റിപ്പോക്കുവാൻ, അതിൽ നിന്ന് തെറ്റിക്കുവാൻ പിശാചിൻ്റെ പ്രേരണയുണ്ടാകും. പൗലോസ്ലീഹ പറയുന്നുണ്ട്, നന്മ ചെയ്യുവാനുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്, പക്ഷേ ഞാൻ എപ്പോഴും തിന്മയാണ് ചെയ്യുന്നത്. ഈ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ വഷളാക്കുന്ന, എൻ്റെ ജീവിതത്തിലെ വൈകല്യങ്ങൾ എന്താണ്? നിരന്തര മുന്നറിയിപ്പ് കർത്താവ് നൽകിയിട്ടും അതിൽ നിന്ന് പിന്മാറാത്ത യൂദ അനുദിന ജീവിതത്തിൽ പല രീതിയിലും പ്രതിബന്ധങ്ങളാകുന്ന, പ്രശ്നങ്ങളാകുന്ന, രോഗങ്ങളാകുന്ന മുന്നറിയിപ്പ് ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്ന് കരുതി അതിന് ഉപോത്ബലകമായ രീതിയിൽ ജീവിതത്തെ നാം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. ഈ ക്രൂശീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ക്രൂശിൻ്റെ മാതൃക ജീവിതത്തിൽ ക്രൂശിൻ്റെ രണ്ട് വശങ്ങളിൽ സഹോദരങ്ങളിലേക്കുള്ള രണ്ട് വശങ്ങളാണ്. സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്നത്, സഹോദരങ്ങൾക്ക് സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്ന അനുഭവം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കാൽവറിയിൽ യാഗമായി തീർന്നത് എന്നുള്ള അവബോധം ജീവിതത്തിൽ അന്വർത്ഥം ആക്കിക്കൊണ്ട് എൻ്റെ ജീവിതം ഒരു രൂപാന്തരത്തിൻ്റെ, ക്രിസ്തുവിൽ പുതുക്കപ്പെടുന്ന അനുഭവത്തിലേക്ക്, ക്രിസ്തുവിൽ മാനസാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിൻ്റെ വക്താക്കളായി വിരാജിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ചിന്തകളിൽ നിന്നും വിരമിക്കുന്നു.